നീറ്റിൽ പുനഃപരീക്ഷയില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരം സുപ്രീം കോടതിയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ആർ രാധാകൃഷ്ണൻ അല്പസമയത്തിനകം തന്നെ അതിന്റെ വിശദാംശങ്ങൾ നൽകും എന്നാണ് മനസ്സിലാക്കുന്നത്. നീറ്റിൽ പുനഃപരീക്ഷയില്ല. ആർ അച്യുതൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, ഈ വാദം കേട്ടതിന് ശേഷം സുപ്രീം കോടതി ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. നീറ്റിൽ പുനഃപരീക്ഷയില്ല. പരീക്ഷയുടെ വിശുദ്ധി കളങ്കപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല, പക്ഷേ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ളൊരു വിലയിരുത്തലുമുണ്ട്. പക്ഷേ അത് വ്യാപകമായിട്ടല്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണോ പുനഃപരീക്ഷയില്ല എന്ന തീരുമാനത്തിലേക്ക് കോടതി എത്തുന്നത്? അച്യുതൻ. റിജിത്ത, തീർച്ചയായിട്ടും. കാരണം ഹർജിക്കാർ പൊതുവെ ഉയർത്തിയ വാദം എന്നുള്ളത് ഈ പരീക്ഷയുടെ പരിശുദ്ധി നഷ്ടമായി. ആ സാഹചര്യത്തിൽ പുനഃപരീക്ഷ നടത്തണം എന്നുള്ള ഒരു ആവശ്യമാണ് ഹർജിക്കാർ മുന്നോട്ട് വെച്ചത്. എന്നാൽ ആദ്യഘട്ടം മുതലേ ഈ ഹർജിയുടെ വാദം നടന്ന സമയത്ത് സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയതാണ്, ഈ പുനഃപരീക്ഷ എന്ന ഘടകത്തിലേക്ക് കടക്കുമ്പോൾ ഒരുപാട് ആശങ്കകൾ അത് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം വിദ്യാർത്ഥികളെയാണ് ഇത് ബാധിക്കുന്നത്. അവരുടെ യാത്രാ ചിലവ്, അവർക്ക് പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് എത്തേണ്ട യാത്രാ ചിലവും അവിടെ തങ്ങേണ്ടി വരുന്നതുമായുള്ള കാര്യങ്ങൾ, വീണ്ടും പരീക്ഷയ്ക്ക് പഠിക്കേണ്ടതായി വരുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഇതെല്ലാം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നിൽക്കുമ്പോൾ 24 ലക്ഷം വിദ്യാർത്ഥികളുടെ ആശങ്കയാണെന്നുള്ളത് സുപ്രീം കോടതി ആദ്യഘട്ടത്തിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു. അതിനുശേഷമാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോടും അതുപോലെ തന്നെ കേന്ദ്രത്തോടും ഇത് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിരുന്നത്. എന്തായാലും ആ റിപ്പോർട്ടുകളും സമർപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉത്തരവ് പറയുമ്പോൾ ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി സമർപ്പിച്ച റിപ്പോർട്ടും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച റിപ്പോർട്ടും അതെല്ലാം സസൂക്ഷ്മമായി തന്നെ പരിശോധിച്ചിട്ടുണ്ട്. അത് പരിശോധിക്കുമ്പോൾ ഈ പരീക്ഷയുടെ പരിശുദ്ധി പൂർണ്ണമായി നഷ്ടമായി എന്നതിന്റെ തെളിവുകളൊന്നും അതിലില്ല. എന്നാൽ ചിലയിടങ്ങളിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട്. ചോദ്യപേപ്പർ ചോർച്ച ചിലയിടത്ത് നടന്നു എന്നതിൽ തർക്കമൊന്നുമില്ല എന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിലൊരു എണ്ണവും കൂടി പറയുന്നുണ്ട്. 155 വിദ്യാർത്ഥികളാണ് ഇതിന്റെ ഗുണഭോക്താക്കളായി, ചോദ്യപേപ്പർ ചോർച്ചയുടെ ഗുണഭോക്താക്കളായി മാറിയത്. പാട്നയിൽ ചോദ്യപേപ്പർ ചോർച്ച സംഭവിച്ചു. മാത്രമല്ല ഈ മദ്രാസ് IITയുടെ റിപ്പോർട്ടും സൂക്ഷ്മമായി പരിശോധിക്കുകയുണ്ടായി. അങ്ങനെ പൊതുവെ പരിശോധിക്കുമ്പോൾ ഈ പരീക്ഷയുടെ പരിശുദ്ധി നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള നിരീക്ഷണത്തിലേക്കാണ് ഇപ്പോൾ സുപ്രീം കോടതി എത്തിയിരിക്കുന്നത്. വലിയൊരു ചോർച്ച രാജ്യവ്യാപകമായി ഈ പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നിട്ടില്ല, മറിച്ച് ചില പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഉണ്ടായതെന്നുള്ള ഒരു നിരീക്ഷണം അത് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പുനഃപരീക്ഷ നടത്തേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക്, എന്ന ഉത്തരവിലേക്ക് സുപ്രീം കോടതി എത്തിയിരിക്കുന്നത്. കാരണം പുനഃപരീക്ഷയിലേക്ക് കടന്നാൽ അത് ബാധിക്കുന്നത് 24 ലക്ഷം വിദ്യാർത്ഥികളുടെ ആശങ്കകൾ അതിൽ പരിഗണിക്കേണ്ടതുണ്ട്. അവരെയാണ് അത് ബാധിക്കുന്നത്. അപ്പോൾ അവരുടെ ആശങ്കകൾ എപ്പോഴും പരിഗണിക്കേണ്ടതുണ്ട്. ആ ഘടകം ഇപ്പോഴും ഈ ഉത്തരവിലും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അങ്ങനെ വ്യാപകമായി ഒരു വീഴ്ചകൾ സംഭവിച്ചിട്ടില്ല എന്ന് ഉത്തരവിലൂടെ സുപ്രീം കോടതി വ്യക്തമാക്കുന്നു. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ പുനഃപരീക്ഷ വേണ്ട, ഹർജിക്കാരുടെ ആവശ്യം തള്ളി എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം അവരാണ് പുനഃപരീക്ഷ നടത്തണം എന്നൊരു ആവശ്യം ഉന്നയിച്ചത്. ആ പുനഃപരീക്ഷ വേണ്ട എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ സുപ്രീം കോടതി എത്തിയിരിക്കുന്നത്. അതിന് കാരണമായി പറയുന്നത് ഈ ചോദ്യപേപ്പർ ചോർച്ച നടന്നത്, ക്രമക്കേടുകൾ നടന്നത് ചില ഇടങ്ങളിൽ മാത്രമാണ് എന്നുള്ളതാണ്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നൽകിയ സത്യവാങ്മൂലത്തിലും അവർ പരാമർശിച്ചത് ഇതൊരു വ്യാപകമായി നടന്ന ഒരു ചോദ്യപേപ്പർ ചോർച്ചയല്ല, മറിച്ച് പട്നയിലും അതുപോലെ തന്നെ ഗോദ്രയിൽ, ഗുജറാത്തിലും ഈ ഇത്തരത്തിൽ ചോദ്യപേപ്പർ ചോർച്ച സംഭവിച്ചിട്ടുണ്ട്. അതിൽ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളാണ്. എന്തായാലും അന്വേഷണ റിപ്പോർട്ടും എല്ലാം സുപ്രീം കോടതി ഈ ഹർജിയുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുകയുണ്ടായി. കാലതാമസം ഒരിക്കലും ഇതിന്റെ വാദത്തിൽ ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പും സുപ്രീം കോടതി നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ആ സാഹചര്യത്തിൽ തന്നെയാണ് ഇത് അടിയന്തരമായി പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ ആ ഉത്തരവിലേക്ക് കൂടി സുപ്രീം കോടതി കടന്നിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിൽ പുനഃപരീക്ഷ വേണ്ട എന്ന് തന്നെയാണ്. ചീഫ് ജസ്റ്റിസ് അംഗമായ 3 അംഗ ബെഞ്ച് ഇപ്പോൾ ഉത്തരവ് പറഞ്ഞിരിക്കുന്നത്. ആർ അച്യുതൻ തുടരണം. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. നീറ്റിൽ പുനഃപരീക്ഷയില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് സുപ്രീം കോടതി എത്തുകയാണ്. പക്ഷേ പരീക്ഷാ നടത്തിപ്പിൽ പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വ്യാപകമായ രീതിയിൽ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായിട്ടില്ല. പരീക്ഷയുടെ പരിശുദ്ധിയെ ഒന്നാകെ ബാധിക്കുന്ന തരത്തിലുള്ള ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായിട്ടില്ല. 155 വിദ്യാർത്ഥികൾ മാത്രമാണ് അതിന് ഗുണഭോക്താക്കളായത് എന്ന് കോടതി വിലയിരുത്തുന്നുണ്ട്. അപ്പോഴും ആ ചോദ്യപേപ്പർ ചോർച്ചയെ സുപ്രീം കോടതി ഗൗരവത്തിൽ തന്നെ കാണുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മദ്രാസ് IITയുടെ റിപ്പോർട്ട് കോടതി വളരെ വിശദമായി
വിശദമായി പരിശോധിച്ചിട്ടുണ്ട്. NTA സമർപ്പിച്ച റിപ്പോർട്ട് പരിശോധിച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് വ്യാപകമായൊരു ക്രമക്കേട് നടന്നിട്ടില്ല, ഈ വാദത്തിൻ്റെയും നിലവിലുള്ള തെളിവുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ വ്യാപകമായൊരു ക്രമക്കേട് നടന്നിട്ടില്ല. 155 വിദ്യാർത്ഥികൾ അതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുണ്ട് എന്ന് കോടതി ചൂണ്ടിക്കാട്ടുന്നു. പുനഃപരീക്ഷയിലേക്ക് കടക്കുകയാണെങ്കിൽ അത് വിദ്യാർത്ഥികൾക്ക് വലിയ രീതിയിലുള്ള, അതായത് പരീക്ഷ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഏതാണ്ട് 24 ലക്ഷത്തോളം വിദ്യാർത്ഥികളെ അത് ബാധിക്കും എന്നുള്ളതുകൊണ്ട് അത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കുന്നില്ല. ബീഹാറിലും ജാർഖണ്ഡിലും ബീഹാറിലെ പട്നയിലൊക്കെ ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായി എന്നുള്ള വിലയിരുത്തലിലേക്ക് എത്തുന്നുണ്ട്. അച്യുതൻ വിവരങ്ങളുമായി തുടരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, ഈ പുനഃപരീക്ഷയില്ല, അത് 24 ലക്ഷത്തോളം വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഒന്നാണ്. നിലവിൽ ഈ പരീക്ഷയുടെ വിശുദ്ധി നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് അത് പോയിട്ടില്ല. വളരെ കുറച്ച് കുട്ടികൾ മാത്രമാണ് അതിൻ്റെ ഗുണഭോക്താക്കളായത് എന്ന് വിലയിരുത്തുമ്പോഴും ആ ക്രമക്കേട് നടന്നു എന്നുള്ള കാര്യം, അതിൽ ഇനി നടക്കാൻ പോകുന്ന അന്വേഷണം, അതിലൊക്കെ വളരെ ഗൗരവത്തോടു കൂടിയുള്ള നിരീക്ഷണം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ടോ അച്യുതൻ? തീർച്ചയായിട്ടും അത്രയും ഇടപെടൽ എന്തായാലും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവും. കാരണം റിജിത്ത്, ഇത് പൊതുവെ ഈ ഹർജി പരിഗണിക്കുമ്പോൾ ഉന്നയിച്ചിരുന്ന കാര്യം ഇത് വ്യാപകമായി നടന്നോ എന്നുള്ളത് സുപ്രീം കോടതി ആദ്യഘട്ടത്തിൽ ചോദിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോടും CBIയോടും അന്വേഷണത്തിന്റെ തൽസ്ഥിതി റിപ്പോർട്ട് നൽകാനായി ആവശ്യപ്പെടുന്നത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോടും കേന്ദ്രത്തോടും സത്യവാങ്മൂലം സമർപ്പിക്കുവാനും നിർദ്ദേശിച്ചിരുന്നു. CBI നൽകിയ തൽസ്ഥിതി റിപ്പോർട്ടിലും ചൂണ്ടിക്കാട്ടിയത് ഇതൊരു വ്യാപകമായിട്ടുള്ള ഒരു ചോദ്യപേപ്പർ ചോർച്ച സംഭവിച്ചിട്ടില്ല, മറിച്ച് ഈ ബീഹാറിലെ പാട്ന, ജാർഖണ്ഡിലെ ഹസാരിബാഗ് എന്ന് പറയുന്ന സ്കൂൾ കേന്ദ്രീകരിച്ചുണ്ടായ ചില ക്രമക്കേടുകൾ, ഗുജറാത്തിലേക്ക് വരുമ്പോൾ ഗോദ്രയിൽ ഉണ്ടായതടക്കമുള്ള കാര്യങ്ങളാണ് CBIയുടെ തൽസ്ഥിതി റിപ്പോർട്ടിലും ചൂണ്ടിക്കാട്ടിയത്. ഒപ്പം തന്നെ കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഇതുവരെ ഏതാണ്ട് 20ഓളം പേരെ CBIയുടെ കസ്റ്റഡിയിൽ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള ഒരു തൽസ്ഥിതി റിപ്പോർട്ടാണ് CBI ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചത്. ആ കാര്യം സുപ്രീം കോടതി പരാമർശിക്കുകയുമുണ്ടായി. അതായത് നീറ്റ് UG 2024 ചോദ്യപേപ്പർ ചോർച്ച, അതിന്റെ ചോർച്ച ഹസാരിബാഗിലും പട്നയിലും ഉണ്ടായി, അതിൽ തർക്കമില്ല എന്നുള്ളത് ചീഫ് ജസ്റ്റിസ് തന്നെ ഈ ഉത്തരവിന്റെ ഭാഗമായി ഉന്നയിക്കുന്നുണ്ട്. ജൂലൈ 10-ന് CBI അവരുടെ സ്റ്റേറ്റസ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടെന്നും ഈ ഉത്തരവിന്റെ ഭാഗമായി സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 155 വിദ്യാർത്ഥികളാണ് ഇതിന്റെ ഒരു ഗുണഭോക്താക്കളായി മാറിയിട്ടുള്ളത്. മാത്രമല്ല മറ്റ് വിദ്യാർത്ഥികളുടെ ആശങ്കകൾ പരിഗണിച്ചുകൊണ്ടാണ് ഈ ഒരു ഉത്തരവിലേക്ക് കടക്കുന്നത് എന്നതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നിരീക്ഷണം. അതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ മറ്റ് തുടർ, ഈ റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ അന്വേഷണവുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ അത് എത്രയും വേഗം പൂർത്തീകരിക്കാനുള്ള എല്ലാ തരത്തിലുള്ള ഇടപെടലും അതും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. എന്തായാലും ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ആ പരീക്ഷയുടെ നീറ്റ് പരീക്ഷയുടെ പരിശുദ്ധി അത് നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള നിരീക്ഷണമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ആ നിരീക്ഷണം കണക്കിലെടുത്തുകൊണ്ടാണ് റീടെസ്റ്റ് വേണ്ട, പുനഃപരീക്ഷ വേണ്ട എന്ന നിലപാടിലേക്ക് സുപ്രീം കോടതി എത്തിയിരിക്കുന്നത്. പക്ഷേ ചില വീഴ്ചകൾ, പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില സാങ്കേതിക വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. കാരണം പലയിടങ്ങളിലും ഈ ചോദ്യപേപ്പർ ഈറിക്ഷ മുഖാന്തരമാണ് ഈ പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചത്. അത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് നേരെ സുപ്രീം കോടതി വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം അതിനിടയാക്കി. അങ്ങനെ നിസ്സാരമായി പല കാര്യങ്ങളും കണ്ടു എന്നുള്ളതും സുപ്രീം കോടതി നിരീക്ഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഹസാരിബാഗിലെ ഈ ഒയാസിസ് എന്ന് പറഞ്ഞ ആരോപണം നേരിട്ട സ്കൂൾ, അവിടെ ഇതിന്റെ പെട്ടി, ഈ ചോദ്യപേപ്പർ കൊണ്ടുവന്ന ആ പെട്ടി കട്ടർ ഉപയോഗിച്ചാണ് അത് തുറക്കുന്നത്. വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഡൽഹിയിൽ നിന്ന്. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. നീറ്റിൽ പുനഃപരീക്ഷ വേണ്ടതില്ല എന്നുള്ള നിലപാടിലേക്ക് സുപ്രീം കോടതി എത്തുകയാണ്. ക്രമക്കേട് നടന്നിട്ടുണ്ട്, പരീക്ഷാ നടത്തിപ്പിൽ പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് മുഴുവൻ വിദ്യാർത്ഥികളെയും ബാധിക്കുന്ന തരത്തിൽ പുനഃപരീക്ഷ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഈ ഘട്ടത്തിൽ പോകാൻ കഴിയില്ല എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കുന്നത്. 155 വിദ്യാർത്ഥികളാണ് ഇതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ളത്. ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള അന്വേഷണത്തിന് എന്തെങ്കിലും തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ ആ ഉത്തരവിൻ്റെ വിശദാംശങ്ങൾ പൂർണ്ണമായി പുറത്തുവരുന്ന ഘട്ടത്തിലെ ഒരു വ്യക്തത വരും.